ശബരിമലയിലെ മണ്ഡലകാലം തുടങ്ങിയ ദിവസം മുതൽ പറയുന്നത് അവിടെ അസൗകര്യങ്ങളാണ്. ഭക്തർക്ക് കൃത്യമായിട്ട് ക്യൂ നിന്ന് തൊഴാൻ സാധിക്കുന്നില്ല. വമ്പൻ തിക്കും തിരക്കുമാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ വലിയ ആശങ്ക. ഈ രീതിയിൽ ഒരു പ്രചരണം നടക്കുന്നു. ഇപ്പോൾ പറയുന്ന പ്രശ്നങ്ങളൊന്നും തീർന്നില്ല, എല്ലാവർക്കും സുഖമായിട്ട് തൊഴാമെന്ന് പറയുന്നു. അയോധ്യയിൽ പറയുന്നു ബാബറി മസ്ജിദിൻ്റെ പള്ളി അതിന് തറക്കല്ലിടാൻ പോകുന്നു. പറയുന്നത് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു MLA തന്നെയാണ്. ഇനി ഇങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് വന്നാൽ അവിടെ തിരുപ്പറംകുன்றம் എന്ന് പറഞ്ഞിട്ട് ഒരു പഴനി മലയ്ക്ക് സമാനമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഒരു പള്ളിയുണ്ട്. അവിടെ കുറച്ച് ആരാധന നടത്തുന്നു, ആടിനെയൊക്കെ പരസ്യമായിട്ട് വെട്ടുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് അടിക്കുന്നു. ഇവിടെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്ന ഹിന്ദു സമുദായത്തിലെ ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്കയുണ്ടെന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നു. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ചരിത്രപരമായിട്ട് ക്ഷേത്രങ്ങൾ ഒരു വരുമാന മാർഗമായിട്ടാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. അല്ലാതെ അത് പരിപാലിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് അവർ കരുതിയിരുന്നില്ല. ദേവസ്വം ബോർഡ് ആക്റ്റിൽ പരിപാലനം ഒരു ചുമതലയൊക്കെയാണ് സർക്കാരിൻ്റെ. പക്ഷേ അത് ഗൗരവമായിട്ട് അവരെടുത്തിരുന്നില്ല. ചുമ്മാ ചാരുകസേരയിൽ കിടന്നാൽ കാശ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് സത്യവുമായിരുന്നു. ഭക്തന്മാർ കൊണ്ടുപോയി ഇങ്ങനെ ഇടും കാശ്. ഈ ക്ഷേത്രങ്ങളെ പാപ്പരാക്കി കളഞ്ഞതും സർക്കാർ തന്നെയാണ്. ക്ഷേത്രങ്ങളുടെ ഭൂമി മുഴുവൻ പലവിധ ഭൂനിയമങ്ങൾ കൊണ്ടുവന്നിട്ട് സർക്കാർ ഏറ്റെടുത്തു. പലവിധ റെസ്ട്രിക്ഷൻസും ക്ഷേത്രങ്ങളുടെ പുറത്ത് കൊണ്ടുവന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു അജണ്ടയായ ക്ഷേത്രങ്ങളെ മതേതരവൽക്കരിക്കുക. എല്ലാ മതവും തുല്യമാണ്. ശബരിമല മതേതരത്വത്തിൻ്റെ വലിയ അടയാളമാണ്. വാവരെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഒരു 50 വർഷമൊക്കെ ശബരിമലയായിട്ട് അറിയപ്പെടുകയുള്ളൂ. പിന്നീട് അത് വാവർമലയായിട്ട് അറിയപ്പെടും. ഇതാണ് തിരുപ്പറക്കുன்றത്ത് സംഭവിച്ചത്. തിരുപ്പറക്കുன்றம் മല, അത് ആർക്കിയോളജിക്കൽ സർവേയുടെ റെക്കോർഡിൽ അതിൻ്റെ പേരങ്ങനെയാണ്, തിരുപ്പറക്കുன்றம் മല. 1772 ഏക്കറാണ് ആ മലയുടെ വിസ്തൃതി. എന്നുവെച്ചാൽ വളരെ വലിയ മലയല്ല, ഒരു കുന്നാണ്. അപ്പോൾ അതിൻ്റെ പേര് സിക്കന്ദർ മല എന്ന് ഡിക്ലെയർ ചെയ്ത് കിട്ടണമെന്നാണ് മുസ്ലിങ്ങളുടെ ആവശ്യം. അപ്പോൾ അത് അവരുടെ ആവശ്യം നിറവേറ്റാനായിട്ട് അവർ ചെയ്തത്, ഈ തിരുപ്പറക്കുன்றம் മലയുടെ മുകളിൽ സിക്കന്ദർ ഔലിയ എന്ന് പറയുന്ന ഒരു ദിവ്യൻ, അയാളുടെ ഖബറുണ്ട്. അപ്പോൾ ഈ ഖബറുങ്കൽ പ്രാർത്ഥന പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ ചട്ടം, ബേസിക് ചട്ടം. പക്ഷെ അത് ചെയ്യുന്നവരുണ്ട്. സ്ഥലം കിട്ടണമല്ല. സ്ഥലം കിട്ടാനായിട്ട് വിഗ്രഹാരാധന ആവാം ഇസ്ലാം. അപ്പോൾ അങ്ങനെ സിക്കന്ദർ ഔലിയയുടെ ഖബറുങ്കൽ, അവിടെ ആദ്യം വേറൊരു സ്ഥലത്ത് വെച്ച് ഇറച്ചി പാചകം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയായിരുന്നു പതിവ്. നോക്കണം, ഈ പ്രസാദം എന്നൊക്കെ പറയുന്ന പരിപാടി ഹിന്ദുക്കളുടെയാണ്. പക്ഷെ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ പ്രസാദം വിതരണം നടത്തി. ഈ പ്രസാദ വിതരണം പിന്നെ മെല്ലെ സദ്യയായി. പിന്നെ ഇറച്ചി അവിടെ തന്നെ വേവിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഇറച്ചി വെട്ടാൻ തുടങ്ങി. ഇത് ഹിന്ദുക്കൾ ഒബ്ജക്റ്റ് ചെയ്ത് അത് കേസായി. അതാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിൽ വന്ന്, മധുരൈ ബെഞ്ചിൽ 2 ലേഡി ജസ്റ്റിസ് ആയിരുന്നു. 2 പേരും പറഞ്ഞു ഈ മലയുടെ പേര് തിരുപ്പറംകുன்றம் മല എന്ന് തന്നെയാണ്, അത് മാറ്റാൻ പറ്റില്ല. ആര് ഈ സിക്കന്ദർ എന്നൊക്കെ ചോദിച്ചു. ബട്ട് ഈ ഇറച്ചി വെട്ടുന്ന കാര്യത്തിൽ ജഡ്ജിമാർ തമ്മിൽ വ്യത്യാസമുണ്ടായി. ജസ്റ്റിസ് ശ്രീമതി അവർ പറഞ്ഞു അവിടെ ഇറച്ചി വെട്ടാൻ പറ്റില്ല. തിരുപ്പറക്കുன்றம் ടൗൺ ഇറ്റ്സെൽഫ് ഈസ് എ വെജിറ്റേറിയൻ ടൗൺ. അവിടെ നിങ്ങൾക്ക് നോൺ വെജ് ഹോട്ടൽ പോലും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് വെജിറ്റേറിയനായിട്ട് പവിത്രമായിട്ട് മുരുകൻ്റെ ക്ഷേത്രമായിട്ട് ഇത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇറച്ചി വിട്ട് പറ്റില്ല. പക്ഷേ 2ാമത്തെ ജഡ്ജി, അവരുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അവർ പറഞ്ഞു പരിമിതമായ തോതിൽ ഇറച്ചി വെട്ടാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മലയുടെ പേര് ഇങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പം ഇങ്ങനെ ഡിഫറൻറ്റ് വിധി വന്നപ്പോൾ അത് 3ാമത്തെ ജഡ്ജിക്ക് പോവുകയും അദ്ദേഹം ഇത് ഈ പരിമിതമായ സ്ഥല സൗകര്യം മുസ്ലിങ്ങൾക്ക് കൊടുത്ത് സിക്കന്ദർ മല എന്നുള്ള പേര് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ.
അതിപ്പോൾ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ വല്ല പർദീവാലയും കാണുന്നതിന് മുമ്പേ ഇത് സിക്കന്ദർ മലയാണെന്ന് ഡിക്ലെയർ. ഇത് തന്നെ നാളെ ശബരിമലയ്ക്ക് വാവർമല എന്ന് പേര് വരും. അപ്പോഴും ഹിന്ദുക്കളിലെ പ്രബലമായ ഒരു വിഭാഗം ഒരേ ഒരു കാര്യം നോക്കും, വാവർമല എന്ന് പേര് കൊടുത്താലും വിരോധമില്ല, യുവതികൾ കയറുന്നുണ്ടോ, വേറെ ഒന്നുമില്ല. ഈ കണ്ണ് കെട്ടിയ കുതിരയുടെ കോൺസെൻട്രേഷൻ അത് നോക്കും. അതില്ലെങ്കിൽ യു ക്യാൻ ഡു എനിത്തിങ്. വാതിൽ പാളി കൊണ്ടുപോകുക, എന്ത് സാധനം എടുത്തുകൊണ്ട് പോകുക ഒക്കെ ചെയ്യാം. ക്ഷേത്ര സ്വത്തുക്കൾ അപഹരിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, 2007 തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ നിന്ന് രത്നങ്ങൾ, വൈഡൂര്യം, കല്ലുകൾ കൊണ്ടുപോയി ഇവിടെ തൃശ്ശൂർ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അതിൻ്റെ സ്ട്രോങ് റൂമിൽ വയ്ക്കാൻ. 2008 കൊച്ചി ദേവസ്വം ബോർഡ് ഇതെല്ലാം അവിടെ ദേവസ്വം ബോർഡിൻ്റെ വരാന്തയിൽ വെച്ച് TV-കാരെയൊക്കെ പത്രക്കാരെയൊക്കെ വിളിച്ച് കാണിച്ചത്. അത് തൃപ്പൂണിത്തുറ നിന്ന് തന്ന കല്ലുകളാണ്, മുഴുവൻ ഇമിറ്റേഷൻ കല്ലുകളാണ്. തൃപ്പൂണിത്തുറക്കാർ പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ വർഷം 2007 കൊടുത്തയച്ചപ്പോൾ മാസ്റ്ററൊക്കെ എഴുതിയിട്ടുണ്ട്, എല്ലാ കല്ലും ഒറിജിനലാണ് ഞങ്ങൾ കൊടുത്തു വിട്ടത്. ഇവർ പറയുന്നു കിട്ടിയത് ഡ്യൂപ്ലിക്കേറ്റാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞാണല്ലോ പറയുന്നത്. 1 വർഷം കഴിഞ്ഞാണ് ഞങ്ങളിത് പരിശോധിക്കുന്നത്. എത്ര സാധനങ്ങൾ പരിശോധിക്കാൻ കിടക്കുന്നു. 1 വർഷം കഴിഞ്ഞു പരിശോധിച്ചപ്പോൾ ഇങ്ങനെ. അപ്പോൾ ആരെ പിടിക്കും? കേസ് ഓംബുഡ്സ്മാനെ ഏൽപ്പിച്ചു, സ്വാഹാക്കുന്നു. അതിനെപ്പറ്റി പിന്നെ ഒന്നും കേട്ടിട്ടില്ല. ഇപ്പം ഇന്നലെ ഒരു TV ചർച്ചയിൽ ഒരാൾ പറഞ്ഞു, പോലീസുകാരനാണ്, അയാൾ പറഞ്ഞു ചോറ്റാനിക്കരയിൽ ഇതുപോലെ സ്വർണം പൂശാൻ പ്ലാൻ ഉണ്ടായിരുന്നു, 100 കോടി രൂപയുടെ പ്ലാൻ. അതിനും ഹൈദരാബാദിൽ നിന്ന് ആരവാണ് വന്നത്. അയാൾ വലിയ കാര്യത്തിൽ അവിടെ സ്വീകരിക്കുകയും ചെയ്തു. പോലീസുകാർ ഒബ്ജക്ഷൻ പറഞ്ഞു, ഇയാൾ തട്ടിപ്പ് നമ്പർ 1 ആണ് ഈ വന്നിരിക്കുന്നത്. പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. ഏറ്റുമാനൂർ വെറുതെ ഇരിക്കുന്ന കൊടിമരം, ധ്വജ പുനഃപ്രതിഷ്ഠ. ശബരിമലയിലും അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു ശില്പി ടിവിയിലെല്ലാം പറയുന്നുണ്ട്. ശബരിമലയിൽ കോൺക്രീറ്റിൻ്റെ ഇതായിരുന്നു, കൊടിമരമായിരുന്നു. കോൺക്രീറ്റിൻ്റെ കൊടിമരത്തിന് ഉച്ചുകുത്തിപ്പോയി, ചെതല് കയറി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്തിട്ട് ധ്വജ പുനഃപ്രതിഷ്ഠ. അങ്ങനെയാണ് ധ്വജ പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. ഈ ധ്വജം പ്രതിഷ്ഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഇത് നേരെ ഉറയ്ക്കുന്നില്ല. പണ്ട് കാലത്ത് ഇത് എങ്ങനെ ഉറപ്പിച്ചിരുന്നു എന്നാർക്കും അറിയില്ല. ആകെക്കൂടെ പ്രശ്നം അങ്ങനെയാണ് ധൃതി പിടിച്ച് ഉറപ്പിച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇടേണ്ട മെർക്കുറിയും മുകളിലേക്ക് പോയി അതിൻ്റെ കളർ പോയി, അത് വലിയ കേസൊക്കെ ആയി. ഓർക്കണില്ല വലിയ. ഇതിങ്ങനെ ക്ഷേത്രസ്വത്ത് അലക്ഷ്യമായിട്ടാണ് എല്ലാ കാലത്തും എല്ലാവരും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ശബരിമലയിലും തുടരുന്നു. ഭക്തന്മാരും പണ്ടും ഇങ്ങനെയാണത്. അമ്പലത്തിൻ്റെ സ്വത്ത് പോയാലൊന്നും ഭക്തൻ ഇളവ് തോന്നുന്നില്ല. ഇപ്പം അയോധ്യയിലൂടെ പുതിയ പള്ളി ബാബറി മസ്ജിദ് പണിയാനൊരു നീക്കം നടന്നു. ഡിസംബർ 6 കല്ലിടും. അപ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ വിഗ്രഹാരാധനയുടെ പോലെ ഒരു നീക്കങ്ങൾ നടത്തുകയാണോ ചെയ്യുന്നത്? ഇല്ല, ഇപ്പോൾ അയോധ്യയിൽ ആരും ഇപ്പോൾ തുടങ്ങാൻ പോകുന്നില്ല. അയോധ്യയിൽ അവർക്ക് കൊടുത്ത സ്ഥലമുണ്ടല്ലോ, 5 ഏക്കർ സ്ഥലം അവർക്ക് കൊടുക്കാൻ പറഞ്ഞിരുന്നില്ല. ആ 5 ഏക്കറിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടും. അതിൽ തന്നെ ഒരു കൺസെൻസസിലൊന്നും എത്തിയിട്ടില്ല. സുന്നി വഖഫ് ബോർഡിനാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് ഒന്നും തീർച്ചയായും മുറിച്ചൊന്നും ആയില്ല. കുറച്ച് കാശ് എന്തോക്കെ പിരിച്ചു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അയ്യപ്പനും മുരുകനും മാത്രമല്ല, അള്ളാഹിക്കും വിഗ്രഹാരാധനയുമായിട്ട് കുറച്ച് ആളുകൾ വരും. അല്ല, ഈ പണം, സ്ഥലം, ഭൂമി ഇതൊക്കെ കിട്ടുമെന്ന് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എന്തും ചെയ്യും. സകല തന്ത്രമന്ത്ര ഗ്രന്ഥവും എല്ലാം മാറ്റിവെക്കും. അപ്പോൾ വിഗ്രഹാരാധനയാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ വിഗ്രഹാരാധനക്കാരല്ല, പക്ഷേ അവർ വിഗ്രഹം എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത്. ആനപ്പുറത്ത് രൂപക്കൂട് എന്നൊക്കെ പറഞ്ഞു, അത് വിഗ്രഹാരാധനയല്ലേ. അതിന് അവരെന്തെങ്കിലും ഒരു ഒഴികഴിവ് കണ്ടുപിടിക്കും. കാരണം ഈ കാർണിവൽ പോർഷൻ, ഒരു ഉത്സവത്തിൻ്റെ കാർണിവൽ പോർഷനാണ് ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. കാർണിവലിന് ഇങ്ങനെയൊക്കെ വേണം, ആന, ചെണ്ട, ഇതൊക്കെ നെറ്റിപ്പട്ടം ഒക്കെ വേണം. അപ്പോൾ ക്രിസ്ത്യാനികളും അതൊക്കെ എടുത്തു. ഇപ്പോൾ ബേസിക് പ്രിൻസിപ്പിളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇത് ശരിയല്ല, അതിനെന്തെങ്കിലും ഒരു എക്സെപ്ഷൻ അവർ കണ്ടുപിടിക്കും. ഇതൊക്കെ മതങ്ങളുടെ ഓരോ മനുഷ്യനെ കൂടെ നിർത്താനുള്ള ഓരോ ടെക്നിക്സാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.